നമ്മുടെ പുതിയ വീട്ടിലെ കിച്ചണിലല്ല സൈബ മോളെ ഔ ഇപ്പൊ എനിക്ക് സമാധാനായി സന്തോഷായി പറ്റിയതാണ് ആ പിങ്ക് ബാത്റൂം എന്താ മറിയന്റെ അവിടേക്ക് കൊഞ്ചാനെന്നാ പറയാ. ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ സൈബ മോളെ അതാണ് നമ്മളെ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്കുള്ള ടൈല് മേടിക്കാൻ വേണ്ടി പോകണം. നിങ്ങൾ എന്താ അതുകൊണ്ട് നിക്കണേ? ഹൗസ് ഓണർക്കുള്ള ഡ്രസ്. ഹൗസ് ഓണർ വരുന്നുണ്ടാ? എന്റെ ഹൗസ് ഓണർ ആരാണ്? ഞാൻ ആരാണ്? ഹൗസ് വൈഫ്. അപ്പൊ എന്റെ ഹൗസ് ഓണർ മൂപ്പര് പൊടി പിടിച്ചിക്കുക, പൊടി തട്ടി പിടിച്ച് കൊണ്ടോണം. ഇത് പറയാൻ വേണ്ടിട്ട് നിങ്ങൾ ഇത്രയും നേരത്ത് പിടിച്ചത്? ഇത്രയും നേരം പിടിച്ചിരുന്ന ഞങ്ങൾ ഇറങ്ങി കഴിയണ്ടേ? ഓ കേറി കേറി കേറി. ഡ്രൈവർ റാഷിണ്ട്, സൈബുണ്ട്, ഫാത്തിമമ്മ ഉണ്ട്, ഹൗസ് വൈഫ് ഉണ്ട്. ഞാൻ ഹൗസ് ഓണറെ വിളിക്കാൻ വേണ്ടി പോവാണ്. ഹൗസ് ഓണർ ഇങ്ങനെ അർത്ഥമൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിലേക്ക് നമ്മളെ പുതിയ വീടിന്റെ കാണണ്ടേ അതന്നെ എവിടെ എത്തി എന്നുള്ളതും നമ്മൾ കാണിച്ചു തരട്ടോ. അപ്പൊ നേരെ അങ്ങോട്ടാ പോണേ. അപ്പൊ കയറിക്കൂടിമ്മ, വണ്ടിയൊക്കെ ഒന്ന് കേക്കിക്കൂടമ്മ അവിടെ ഉള്ളിൽ. അമ്മ അതല്ല ഈ വണ്ടിന്റെ കോലം കണ്ടില്ലേ? നിങ്ങൾക്ക് ഒന്ന് ഇതാക്കി വെച്ചൂടെ? കഴുകാനാ? വണ്ടി വാഷ് ചെയ്യാനും മുതലാളിന്റെ വണ്ടി വാഷ് ചെയ്യാന് ആളില്ലേ? ഞാൻ വരണം. ഇപ്പൊ സെറ്റ് ആയില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാ. നമ്മൾ കുറച്ചും കൂടി അല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ ഈ ഒരു ഏരിയയില്. ആണോ? ഓരോ ഏരിയയിൽ എത്തുമ്പോ അത് ചോദിക്കുന്നുണ്ട് എല്ലാരും കൂടെ എന്താ ഇങ്ങനെ വീട് മാറണേന്ന്. അത് നമുക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അല്ല. 10 വർഷമായിട്ട് നമ്മളെ സ്വന്തം വീട് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. അത് ഇങ്ങനെ ഇപ്പൊ തിരിച്ചു പിടിച്ചോണ്ടിരിക്കുകയാണ്. സ്ഥലം ഞങ്ങളത് കോട്ടക്കടവുണ്ട്, പക്ഷെ അത് കച്ചവടമായില്ല. അതെ, അതായത് മുൻപ് ഒരു ഉപ്പക്ക് ഒരു എന്താ പറയാ വലിയൊരു സ്ഥലം എടുത്തിരുന്നു. അപ്പൊ അതില് കുറച്ച് പൈസ അങ്ങനെ എന്താ പറയാ സ്ഥലം വിചാരിച്ച മാതിരി വിറ്റുപോയില്ല. അപ്പൊ നമ്മുടെ വീട് പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് രണ്ടു കൊല്ലല്ലേ അമ്മ ഈ വീട് എടുത്തിട്ട്? ഇപ്പൊ അതിന്റെ ഇടയിൽ നമ്മളൊരു ടൂർ അടിച്ച് ഞങ്ങൾക്ക് കോഴിക്കോടൊക്കെ ഒന്ന് വൈബ് മതി, ഇഞ്ഞൊന്ന് തണുപ്പ് വൈബിലേക്ക് പോകണമെന്ന് വിചാരിച്ചപ്പോ നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോയി. വയനാട്ടിലെ വൈബും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ 2 വർഷത്തിന് പോയി. അതെ, 2 വർഷത്തിന് ടൂർ പറയരുതെന്ന് പറഞ്ഞു ഞങ്ങളവര് കൊണ്ടുപോയത്. അതന്നെ. ഇനി തണുപ്പ് കാലും മറ്റേ ഇതൊന്നും നമ്മൾ പറയരുതെന്ന് പറഞ്ഞിട്ട് ആ ഒരു വയനാട് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു. അപ്പൊ എന്താ കഴിയാനായി. ഫൈനലി നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ വർക്കുകൾ ഫൈനൽ സംഭവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ അമ്മ? നിങ്ങൾ ഓണർ വന്നില്ലേ? എന്റെ ഓണർ ഇത്, ഹൗസ് ഓണർ. ഞാൻ ഇത് ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ അരക്കാന്ന് വെച്ചു. ഇപ്പാകം വീടിന്റെ പണിസ്ഥലത്തായിരുന്നു. അപ്പൊ വെയിലൊക്കെ അടിച്ച് ഭയങ്കര ക്ഷീണിതനായിട്ട് നിൽക്കണം. അല്ല, ഇപ്പൊ എപ്പോഴേ ഒരു തുണി എടുത്തിട്ടാ പോരാ. അപ്പൊ അത് മാറ്റി ഉമ്മ പിന്നെ ഫാഷനാ മൊത്തം അല്ലേ റഷ്യ? നമ്മള് ടൈൽ എടുക്കാൻ വേണ്ടി ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ അമ്മ? ഉമ്മ ഉറങ്ങിയിരുന്നിട്ടോ അതിന്റെ ഇടയിൽ കൂടെ അല്ലേ? സൈബ മോളെ സത്യത്തിൽ ഉമ്മനെ സഹിക്കണല്ലേ നമ്മള്? ഫുള്ള് ചളിയോട് ചളി. അടുത്ത ചളി അതന്നെ. ഒന്ന് ഉണ്ടാക്കിയാൽ അടുത്തത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ? അതെ. ഉമ്മന്ന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല. പറഞ്ഞത് ഞാൻ പറയാൻ പോയത് ഇപ്പൊ അതാണ്. അങ്ങനെ നമ്മളിപ്പോ സിൽവാലിലാട്ടോ എത്തിയിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് ടൈൽ എടുക്കാൻ വേണ്ടി എത്തിയപ്പോ പോയാ? അല്ല, അതല്ല, ഇപ്പൊ ഉണ്ടായപ്പോ ഒരു പേടി. ഗുരുഭക്തിയാ? ഹൗസ് ഓണർ ആണല്ലോ ഉമ്മ അല്ലേ? ഞാൻ പറഞ്ഞ ഹൗസ് ഓണർ ഡ്രസ് എടുത്ത് ഹൗസ് ഓണറാണ്. ഹായ്, എവിടെയാണ് നമ്മുടെ ടൈലിന്റെ ഏരിയ ഒക്കെ? ടൈൽസ് ആണ്. ഏത് ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്? എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പി റാശു അല്ലേ വീട്ടിലെ ഈ കാര്യത്തിൽ മാത്രം കാരണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റാശിയാണ്. പറയും ഏത് ടൈപ്പാ റാശിയ? 4x2 ആണ് നമ്മൾ നോക്കുന്നത്. 4x2 അല്ല, ഇവൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? 4x2 നോക്കാം. അന്നാ നടക്കി നിന്ന കാലിൽ നിൽക്കാതെ നടക്കാം. മുകളിലാണ് ലിഫ്റ്റ് കയറി 3rd ഫ്ലോറിലാണ് 4x2 ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്താ നമ്മള് ഫ്ലോറിലേക്ക് എത്തി. എന്താ നിങ്ങൾക്ക് തോന്നണേ? ആണല്ലേ? അല്ല, ഞമ്മളൊക്കെ പിന്നെ കൊറേ പ്രാവശ്യം വന്നമാതിരിയാണല്ലോ. അതെ. നമ്മളാ
ഇമ്മ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യമായിട്ടാണല്ലോ വീട് ഉണ്ടാക്കുന്നത്, ഇതുവരെ ഉള്ള വീട് വാങ്ങല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ടൈല് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ടൈല് മുമ്പ് തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. ഏത് ഇതല്ല, ഞാൻ ബഷീഖന്റെ വീട്ടില് വാളിലാണല്ലേ. റാഷി ഇങ്ങനെ ഏതൊക്കെയോ കാണിച്ചിട്ടുണ്ട്. റാഷി ഏതാ നോക്കി വെച്ചേ? റാഷി വീട്ടിലേക്ക് പറഞ്ഞു. റാഷി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ ബെസ്റ്റ് വൈറ്റ് ആയാലാണെന്നാണ് അല്ലേ. ഇത് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു വീട്ടിലേക്കുള്ള ഡിസൈൻ. ഇതില് വേറെ അടിപൊളി ഡിസൈൻ ഇത് ഇപ്പോഴത്തെ മോഡലിൽ പെട്ടല്ലേ? തീർച്ചയായിട്ടും വൈറ്റിലേക്ക് ആകുമ്പോൾ നമുക്ക് ഒരു കംപ്ലീറ്റ് ഫ്ലോർ ഒക്കെ ഒരു കുറച്ച് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. ആ വൈറ്റിൽ നമുക്ക് ചൂസ് ചെയ്യാം. ആണല്ലേ. ഇമ്മന്റെ റൂം ഇത് കാണാം. ഇമ്മന്റെ റൂം ഇത് കാണാം. ഉമ്മ നിങ്ങളെ റൂമൊക്കെ ഏതാ വേണ്ടേ? ഇത് പെറുക്കി നടക്കൂലേ? ഉമ്മക്ക് ഏത് ടൈപ്പാ വേണ്ടത്? നിങ്ങളെ ഇഷ്ടം പറഞ്ഞോ കേട്ടോ, റാഷിന് നോക്കണ്ട. ഇത് എന്താ അത് ഇഷ്ടപ്പെടാൻ കാരണം? സെയ്ബക്കോ? സെയ്ബക്ക് ഇഷ്ടപ്പെട്ട് അത്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഏതാണ്? ഇതിപ്പോ എനിക്ക് ഡൗട്ടായി പോയി. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നാണോ? ഇത് ടൈല് മാറി ഡ്രസ്സ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതല്ല, ടൈല് എടുക്കാൻ വന്നതാണ്. ആണല്ലേ. ഇനി ഇപ്പൊക്കെ ഏതാ ഇഷ്ടപ്പെട്ട്? ഇതിന്റെ ബാത്റൂമുള്ള ബാത്റൂമിൽ ചെയ്യാം. അതിന്റെ കൺസെപ്റ്റ് ഇതിൽ ലൈറ്റും ഡാർക്കും കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയാവും. അതിന് മോക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മള്. മോക്കപ്സ് ബാത്റൂംസിന്റെ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണല്ലേ. അവിടെ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രല്ല കേട്ടോ, ഇവിടെ ദാ ഈ ഏരിയയിൽ മൊത്തം ദാ ഈ ഭാഗത്ത് ഈ ഫ്ലോറൊക്കെ മൊത്തം ടൈലുകൾ തന്നെയാണ്. 3-4 ഫ്ലോറ് മൊത്തം ടൈലും. ബാക്കി ടൈലും വേറെ എന്തൊക്കെയാന്നുള്ളത് ചോദിച്ചു കേട്ടപ്പോ. ടൈലും വേറെ എന്തൊക്കെയാണുള്ളത്? ടൈൽസ് കൂടാതെ പിന്നെ സി പി ഫിറ്റിംഗ്സ്, സാനിറ്ററി, അതുപോലെ ഹോബ്, ഹുഡ് ഐറ്റംസ്, അതുപോലെ ക്ലോസറ്റ് ഐറ്റംസ്, ബേസിങ്സ്, കംപ്ലീറ്റ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്. അതെ, ഒരു കിടക്കീഴിൽ എല്ലാം ഉണ്ട്. ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ അസർവന്റെ ഗാലറിയിലാണ്. ഇത് ഫുള്ള് അസർവയുടെ പ്രൊഡക്റ്റ് മാത്രമാണ്. ഈ ഫ്ലോർ കംപ്ലീറ്റ് നമ്മളെ പ്രൊഡക്റ്റ് മാത്രമാണ് ഈ ഫ്ലോറില്. നമുക്ക് ഓരോ ബ്രാൻഡിനും ഓരോ ഫ്ലോർ ഉണ്ട്. ഇപ്പൊ സിംബോളോ, ജോൺസൺ, സൊമാനിക്കോ എല്ലാത്തിനും ഓരോ ഗാലറി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് ഇപ്പോൾ സിംബോളോയിൽ പോയി കഴിഞ്ഞാൽ A to Z പ്രൊഡക്റ്റ്, ഇപ്പോൾ ബാത്റൂംസ് മുതൽ അതിന്റെ കംപ്ലീറ്റ് ചെറിയ ടൈനി ടൈൽസ് മുതൽ വലിയ 9-4 സ്ലാബ് വരെ സിംബോളയിലുണ്ട്. അതുപോലെ സൊമാനിയിൽ കിട്ടും. അതുപോലെ എല്ലാ ബ്രാൻഡിലും എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. നോക്കുന്നത്. അതെ, അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവര് സ്പെഷ്യൽ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നിയത് ഗ്യാരണ്ടി ഇവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക വെട്രിഫൈഡ് ബോഡിയുള്ള സാധനമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ്, നല്ല ക്വാളിറ്റി, പിന്നെ നല്ല സെലക്ഷൻ, പിന്നെ പ്ലസ് നല്ല സർവീസ്. അതെല്ലാം നമ്മളെ ചെയ്യുന്ന പ്രോഡക്റ്റ് മൊത്തം ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അസർവ നമ്മൾ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിന് കുറച്ചും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് വേറെയും കൊടുക്കുന്നുണ്ട്. അതെ, അപ്പോൾ ആ ഒരു സാധനം തന്നെ നമ്മളെ നന്നായിട്ട് അട്രാക്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ റഷ്യ? ഈ രണ്ട് സാധനത്തിലാണ് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളത്. ഒന്നെങ്കിൽ ഇതൊരു രസം ഉണ്ടാവും, ഇതൊരു വെറൈറ്റി ഫീൽ. പക്ഷെ ഇതെന്താ പ്രശ്നം വെച്ചാൽ എനിക്കൊരു ഇതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. എനിക്കും ഇഷ്ടപ്പെട്ടത്. ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ഏത് വേണമെന്ന്. അല്ല, ഞാൻ കൺഫ്യൂഷൻ ഉറപ്പിച്ച് ഇതാണ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതോ നിങ്ങളും ഒന്ന് പറയും ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതാണോ പിന്നെ അവിടെ കാണിച്ചെന്നതാണോ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാട്ടോ. ഇടയിലൊരു അല്ലേ മറ്റൊരു ചോപ്പ് അല്ലേ, എന്താ പറയാ, ഇത് കിട്ടും. നമുക്ക് മെയിൻലി വേണ്ടത് എങ്ങനെ അറിയോ? നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിനെ കൊണ്ട് ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി വൈറ്റ് സംഭവം ആവുമ്പോൾ നമുക്ക് ബ്രൈറ്റ് ആയി കിടക്കും. ലൈറ്റ് ഷെയ്ഡാണ് ഏറ്റവും ബെറ്റർ. അത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴും തന്നെ കുറച്ചുകൂടെ ഒരു ആംബിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വൈറ്റ് ഷെയ്ഡ് കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു ഇറ്റാലിയൻ മാർബിൾ പാറ്റേൺസും കൂടെ ആണല്ലോ മൊത്തം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, അടിപൊളിയാവും. അതിപ്പോ ഇപ്പത്തെ സംഭവമാണല്ലോ, ഇപ്പത്തെ ലേറ്റസ്റ്റ്. അതായത് ഇതെല്ലാം ഇറ്റാലിയൻ മാർബിൾ സ്കാൻ ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതാണ്. ആ മാർബിളിന്റെ സെയിം ഫിനിഷിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് നോക്കാം. ഇതാണെങ്കിലേ ഇതിന്റെ ഇത് ചോദിക്കണേ ഞാൻ. അതായത് ഇപ്പൊ ഈ ഒരു സംഭവത്തിന് നിങ്ങളെ ബ്രാൻഡിന് എങ്ങനെ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കണം? നമ്മൾ വേറെ ഏത് ബ്രാൻഡ് എന്ത് ഗ്യാരണ്ടി കൊടുക്കുന്നോ സെയിം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ മാനുഫാക്ചറിംഗ് ഡിഫക്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ബ്രാൻഡ് എന്ത് ചെയ്യുന്നോ സെയിം നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലൈൻസ് വരില്ല. കാരണം എന്താ പറയുക, ഇതൊക്കെ പ്യൂർ വെട്രിഫൈഡ് ആണ് ബോഡി വരുന്നത്.
സാധാരണ ഈ സെറാമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പറ്റ വെട്ടർപെയിന്റ് താഴെ വരുന്ന ക്വാളിറ്റിയിൽ ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരുപാട് പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട്. അതിൻ്റെയൊക്കെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ സർഫേസ് നല്ല ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ബോഡി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഈ ബോഡി വാട്ടർ അബ്സോർപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മോൾക്ക് അത് അബ്സോർബ് ചെറിയ രീതിയിലുള്ള സ്റ്റെയിൻസ് പോലെ ഇത് അബ്സോർബ് ചെയ്യില്ല. വെട്ടർപെയിന്റ് അതുകൊണ്ട് വാട്ടർ അബ്സോർപ്ഷൻ വരില്ല. ചെറിയ 0.05% അങ്ങനെയൊക്കെ വരുന്നുണ്ടാവും. മറ്റത് സെറാമിക് അല്ലെങ്കിൽ മറ്റേ പോസ്റ്റലിൻ ബോഡിയിലേക്ക് സ്ഥിരം തുടക്കുന്ന സാധനം തീർച്ചയായിട്ടും വെള്ളം കുടിക്കുക. ചിലത് വെള്ളം കുടിച്ചാൽ സ്മെല്ലൊക്കെ വരും ചില വീട്ടില്. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഈ ലോ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാകുമ്പോൾ വരും. വെട്ടർപെയിന്റ് ബോഡിയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആ വക വിഷയങ്ങളൊന്നും വരില്ല. എന്ത് ബോഡി? ഇത് ഫുൾ ബോഡിയാണ്. വെട്രിഫൈഡ് ബോഡി. വെട്രിഫൈഡ് അപ്പൊ ഇവര് പറഞ്ഞെന്ന് വെച്ചാല് ഇത് വെള്ളം കുടിക്കില്ലെന്ന്. നോർമലി ഇത് ആരും പറഞ്ഞില്ല. നമ്മള് വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൈല് അവര് കാണിച്ചെന്ന്. പക്ഷെ ഈ വെള്ളം കുടിക്കുന്ന വിഷയം പറഞ്ഞിട്ടില്ല, ഗ്യാരണ്ടിയും പറഞ്ഞിട്ടില്ല. വെള്ളം കുടിക്കുന്നോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇവര് ആ ഒരു ഗ്യാരണ്ടി പറഞ്ഞതിനെ കൊണ്ടാണ് ഞാൻ ഇതില്. അതെ, റാഷിയാണ് ഇതൊക്കെ ഫൈൻഡ് ചെയ്തത് കേട്ടോ. റാഷി ഉപ്പയും കൂടി ആയിരുന്നു ഇതൊക്കെ നോക്കിയ ആൾക്കാർ അല്ലേ. ഇപ്പൊക്കെ എന്താ അതിനെ പറ്റി പറയാനുള്ളത്? വെള്ളം കുടിക്കുന്നതിന് വെള്ളം കുടിക്കാത്തതാണ് അല്ല, ബാത്റൂം അല്ല ഇത്, ഹാളിലേക്ക് ഫ്ലോർ വെള്ളം തട്ടുന്ന ഭാഗത്തൊക്കെ ഫ്ലോറിൽ വെള്ളം തട്ടുമല്ലോ. തീർച്ചയായിട്ടും അത് നല്ലൊരു ഇതാണ്. ഇപ്പൊ ഇപ്പൊക്കെ വെള്ളമല്ല, ചായ ആയാലും മതി. ചായ ആയാലും മതില്ലേ? അല്ല, സീവന്റെ റൂമിലേക്കുള്ളത് അത് സ്പെഷ്യൽ ആയിട്ട്. അല്ല, നമ്മളെ കൂടെ തന്നെ ഈ ടൈലിടുന്ന ആളും കൂടി വന്നിട്ടുണ്ട്. മൂപ്പരോട് കൂടി ചോദിച്ചു നോക്കട്ടെ. നമ്മക്ക് ഇപ്പൊ നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് പറ്റിക്കാലോ. മൂപ്പര് പറയട്ടെ അല്ലേ? അതെ, നമുക്ക് ചോദിച്ചു നോക്കാം ആ ഒരു സാധനത്തിനെ പറ്റിയിട്ടുള്ള കാര്യം എന്താണ്. നല്ല തിരക്കുള്ള പണിക്കാരനാണ്. ടൈലിടാൻ വരെ കിട്ടിയിട്ടില്ല. നമ്മളെ വീട്ടിൽ ടൈലിടാൻ വരെ മൂപ്പരെ കിട്ടിയിട്ടില്ല. അപ്പൊ മൂപ്പര് വരാന്ന് പറഞ്ഞു. അതെ, ടൈലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് നോക്കട്ടെ. ഷാജു ചേട്ടാ, ഒരു പറഞ്ഞ് ഇത് ശരിക്കും എന്തോ സംഭവം പറഞ്ഞ് വാട്ടർ വെള്ളം കയറാത്ത കുടിക്കാത്ത സംഭവമാണ്. അങ്ങനത്തെ ആണോ ടൈല് നല്ലത്? വെട്രിഫൈഡ് അത് തന്നെ ഒരു പറഞ്ഞ സാധനം ഞാൻ കണ്ടില്ലേ. ഇതിന്റെ ഡോക്ടർമാരെ നമ്മൾ വിളിച്ചിട്ട് വേണം ഇങ്ങനത്തെ ആൾക്കാരോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓര് പറഞ്ഞ കാര്യം ഇവര് പറഞ്ഞ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓര് നമ്മളെ പറ്റിക്കാണോ ഇല്ലെന്ന്. അപ്പൊ പറഞ്ഞില്ലേ, മൂപ്പര് നേരത്തെ പറഞ്ഞ സാധനം കറക്റ്റാണ് അല്ലേ? അത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നമ്മളിപ്പോ അതാണ് വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ രസമുണ്ടോ? നല്ല തന്നെ. ഇവരെ അതായത് ഇവര് ഗ്യാരണ്ടി പറയുന്നുണ്ട് ഇത് വെട്രിഫൈഡ് ആണ്. അപ്പൊ ഇത് വെള്ളം കുടിക്കില്ല എന്നുള്ള ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതായിരിക്കില്ല കുറച്ചുകൂടി. വേറെ ഉള്ളടത്ത് നമ്മൾ പോയെടുത്തുന്ന ഗ്യാരണ്ടി അങ്ങനെ സാധാരണ എന്താണെന്ന് അറിയോ? സാധാരണ ഒക്കെ പിന്നെ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബോഡി നമുക്ക് ആർക്കും പെട്ടെന്ന്, കാരണം സാധാരണക്കാരാണ് ടൈൽസ് ഒരു ലൈഫിൽ വൺസ് ടൈൽസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അവർ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാണുന്ന ഭംഗി, അതിന്റെ പ്രൈസ് എത്ര മാത്രമേ നോക്കുള്ളൂ. പക്ഷെ നമ്മൾ സെല്ല് ചെയ്യുന്ന നമുക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട്. നമ്മൾ ബിസിനസ്സിൽ അതും കൂടെ നമ്മൾ നോക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് കംപ്ലയിൻസ് വരാൻ പാടില്ല. അപ്പോൾ പ്രൊഡക്റ്റിൽ നമ്മൾ ക്വാളിറ്റി ഒരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. ഈ ബോഡി ഒരിക്കലും ഒരാൾക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ക്വാളിറ്റിയാണ്, സെറാമിക്കാണ്, വെട്ടർപെയിന്റ് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല ശരിക്കും ടൈൽസിന്റെ. സാധാരണക്കാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഒരു പ്രൈസ് മാത്രം നോക്കി മനസ്സിലാവില്ല പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇതിന്റെ ബോഡി, അതായത് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാതും ഒരുപോലെ തന്നെ ആയിരിക്കും. ഇപ്പൊ എന്നെ സ്കാൻ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ പ്രിന്റ് ചെയ്താലും വേറെ ഒരു മെറ്റീരിയലിന്റെ മുകളിൽ പ്രിന്റ് ചെയ്താലും സെയിം ആയിരിക്കും. പക്ഷെ ഇതിന്റെ ബോഡി എന്നാണ് സംഭവം ഉണ്ട്. അതിന്റെ ക്വാളിറ്റി സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാലാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ വരിക. അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഒക്കെ വരും. അപ്പൊ നമ്മളിപ്പോ ചില സാധനങ്ങളൊക്കെ കാണുന്നുണ്ടാവും, വാച്ചൊക്കെ ആയിക്കോട്ടെ, അതിന്റെ കോപ്പി ഇറങ്ങുന്നില്ലേ. പക്ഷെ സംഭവം കണ്ട രണ്ടും ഒരേപോലെ ഇരിക്കും, പക്ഷെ വ്യത്യാസം ഉണ്ടാവും. അതെ, അതേപോലെ തന്നെ ഇവര് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവരെന്താ ഇത്രയും ട്രസ്റ്റഡ് ആയി ഇതാക്കുന്നതെന്ന് പറഞ്ഞാല്, ഇതിന്റെ ഓണർ സിൽവാന്, ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ തന്നെ ഇവര് ഫിക്സ് ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് വരുന്നതും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യലും ഒക്കെ ഒരു ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ട്രസ്റ്റഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ കംപ്ലൈന്റ് വന്നാൽ അതൊക്കെ ബിസിനസ് നന്നായിട്ട് ബാധിക്കും. കംപ്ലൈന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലോറിലേക്കുള്ളത്. അതെ, ഫ്ലോറിലേക്ക് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കണം. അതെ, നിങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞു? ഇത് കുറച്ച് ഇത് വേണം ഒട്ടിക്കാൻ, അതല്ലേ ഉമ്മ നേരത്തെ പറഞ്ഞത് ഏത് പൊട്ടനും ഒട്ടിക്കാന്നാ പറഞ്ഞത്.
ചേട്ടാ പറഞ്ഞിട്ടില്ല നിങ്ങള് അതെ മൂപ്പരെ അവസാനം എന്ത് ചെയ്യുന്ന അറിയോ, ഒട്ടിച്ചേരുമ്പോ ചില സ്ഥലത്ത് എന്ത് ചെയ്യും അറിയോ, മുറിച്ചിട്ട് പകുതി തടിയിൽ പൊട്ടിച്ചു വെച്ചാളും പണിയരാ. അത് കൊള്ളാലോ. എന്താ ബാത്റൂമിന് സാധനം എടുക്കുമ്പോ ഫ്രീ കിട്ടിയാണല്ലോ. നമ്മൾ ബാത്റൂമിന്റെ സെക്ഷനിലേക്കാ വന്നിട്ടുള്ള ബാത്റൂം കേട്ടോ. അപ്പോ എന്റെ ബാത്റൂം ഞാൻ ഇതാക്കാൻ വിചാരിക്കുന്നു. ഇത് മൂപ്പര സജഷൻ ആട്ടോ അല്ലേ? ഇത് കൊള്ളാല്ലേ? അടിപൊളി ഡിസൈൻ, അടിപൊളി ഡിസൈൻ ആണ്. ഞാൻ ഈ കളർ ടോൺ തന്നെ ഒരു എക്സിക്യൂട്ടീവ് കളേഴ്സ് ആണ്. ഒരു കോട്ട ഗ്രീനും ഒരു ലൈറ്റ് ആഷ് കളറുമാണ് ഇത് നമ്മൾ കോമ്പിനേഷൻ വരുന്നത്. അതെ, തീർച്ചയായും കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ജസ്റ്റ് ഒരു ഹൈലൈറ്റർ ചെറിയൊരു ഭാഗത്ത് മാത്രം കൊടുത്തു കഴിയുമ്പോൾ ആ ബാത്റൂമിന്റെ മൊത്തം റേഞ്ചേ മാറും. അതായത് നിങ്ങൾ പറയുന്നത് ഇത് ഇടയിൽ കൊടുക്കുള്ളൂ, ബാക്കി ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സാ കൊടുക്കുക. ഇത് ചെറിയൊരു അല്ലെങ്കിൽ ഒരു സിംഗിൾ വാൾ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രം കൊടുക്കുക. ഇങ്ങനെ ഈ നമ്മളിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ജസ്റ്റ് ഒരു ഭാഗത്ത് മാത്രം, ബാക്കി ഫുള്ള് പ്ലെയിൻ ഗ്രേ കളർ കൊടുത്തിട്ട് ഗ്രീന് ജസ്റ്റ് ഒരു ഫ്ലോറും ചെറിയൊരു ഭാഗത്ത് മാത്രം ഹൈലൈറ്റ് കൊടുത്താൽ മതി. മൊത്തത്തിൽ അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് വരും സാധനം. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് സാധനം അല്ലേ? നൈസ്. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. റാഷി ഇനി ഏതാ വിചാരിക്കുന്നതല്ല. റാഷിന്റെ പിന്നെ പറഞ്ഞത് ഈ മറ്റേ ഈ സിമന്റ് കലക്കി ഒഴിച്ചാൽ മതി എന്നാ റാഷി. അതല്ലേ ഗ്രൗണ്ട്? അത് മറ്റേ അതിന് മറ്റേ വേറെന്തോ പറയൂലേ, സിമന്റ് മാതിരി ചെയ്യുന്ന സംഭവം. വേറൊരു കാര്യം, പഴയ ഗ്രൗണ്ട് ആയിട്ട് എന്താ വേണ്ട, നമ്മള് അവിടെ പഠിച്ചല്ലോ എവിടെ ഗ്രൗണ്ടിന്റെ ടൈല്. പക്ഷെ അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് അല്ലേ റഷ്യ? ഇല്ല, പക്ഷെ എന്റെ പ്രോപ്പർട്ടിക്ക് നമ്മള് അതിന്റെ ബാത്റൂം ഇട്ടേക്കുന്നത് ഇതേപോലെ തന്നെ. ഇതല്ല, ഇതിന്റെ ഒരു സിമെന്റിന്റെ അതേ ഒരു ഇതാണ്, പക്ഷെ കിഡിലേ അത് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നല്ല ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. പോലെ നമ്മള് ചെയ്ത് ഫിറ്റിംഗ്സ് അങ്ങനല്ല, വയസ്സം വൈബ് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ. റാഷിയ റാഷി ഇപ്പളാ എന്റെ ഷോന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി അല്ലേ അമ്മ? അതന്നെ, ഇപ്പനും പറ്റണം ജമ്മനും പറ്റണില്ല. ഇത് ഒരു സ്ഥലത്തുനിന്ന് ഒന്നിലേക്ക് വരുമ്പോ അത് തോന്നുന്നു. അങ്ങനത്തെ ഉണ്ടോ? അങ്ങനത്തെ സംഭവം ഇല്ല, എല്ലാം ക്ലീൻ ചെയ്തു. പച്ച അല്ല താഴത്തില് ഈ നമ്മ ഉദ്ദേശിച്ചത് ഈ റഫ് സാധനമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കുറച്ച് റഫ് കൂടുതലുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ പച്ച കണ്ടിട്ട് പോയതാന്നുമ്മ. ഇതൊക്കെയോ നിങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് റാശി പറയാണ് ഉമ്മന്റെ ബാത്റൂമിൽ അത് മതി, അത് പെട്ടെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ആരാടെ ഫുഡ് ഉണ്ടാക്കി തരാ? പിന്നെ ആരാ ഫുഡ് ഉണ്ടാക്കി തരാ? കല്യാണം കഴിഞ്ഞപ്പോഴേ ഓര് പോയവരാണോ പറയുന്നത്. നമുക്ക് ആ ജസ്റ്റ് ഒരു കുറഞ്ഞൊരു ക്വാണ്ടിറ്റി 4 പീസ് മാത്രം ഹൈലൈറ്റർ എടുത്തിട്ട് ആ ബാത്റൂം മൊത്തം ഒരു പ്രീമിയം റേഞ്ചിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഹൈലൈറ്ററിന്റെ പ്രത്യേകത. കൂടുതൽ കുറെ കൊടുത്ത് വൃത്തിയായി കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും ചെയ്യും. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ അറിയോ? ബാത്റൂം. അതെ, എന്റെ ബാത്റൂം ഒന്ന് പ്രീമിയം ആക്കി തരണം കേട്ടോ. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബാത്റൂമിലാണ്. അതെ, ബാത്റൂംസിൽ നമുക്ക് ആ ഒരു എന്താ പറയാ പ്രീമിയം ഫീൽ ചെയ്യണം. അതെ, രാവിലെ എണീച്ച് നമ്മള് ഇപ്പൊ എല്ലാരും ചെയ്യലെന്താ, വാഷ്റൂമിൽ പോകുന്നു, മൊബൈലിൽ നോക്കിട്ട് ഇരിക്കുന്നത് അല്ലേ? തീർച്ചയായും മൊബൈലിൽ കളിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. അതെ, അപ്പൊ കുറച്ച് പ്രീമിയം ആവണല്ലോ, ഇരിക്കാനൊരു വൈബ് വേണ്ടേ? സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമല്ലേ? അതെ, ഇപ്പൊ കൊറേ ടൈം എടുക്കുന്നുണ്ട്, ഇനി ഇറങ്ങുകയില്ല തോന്നുന്നുണ്ട് അല്ലേ? ഇത് സെറ്റ് ചെയ്താല് അങ്ങനെ ആവട്ടെ. ആ വകുപ്പിലേക്കാണ് മൂപ്പര് ചെയ്യുന്നത്. അതൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ? ഇവിടുന്ന് നോക്കുമ്പോ തന്നെ ആ ഒരു വൈബ് നോക്കിയെങ്കില് അത് സാധനം ഇത് ഒരു ബാത്റൂമിൽ നിന്ന് നമ്മൾ മറ്റൊരു ബാത്റൂമിൽ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു ബാത്റൂമിന്റെ അവിടെ എത്തുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഇതാക്കാന്ന്, പക്ഷെ ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് എത്തുമ്പോ പിന്നെ അടുത്തതാക്കാന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക.
എന്ത് നോർമലായിട്ടുള്ള നമുക്ക് ഈ ഡിസൈൻസ് വേണം. നമുക്ക് ഇങ്ങനെ ഒരു അല്ല അങ്ങനല്ല അങ്ങനല്ല ഒറ്റ ഇതിലാണെങ്കിലും ഇങ്ങനത്തെ ഇങ്ങനെ ഇതുള്ളതാകുമ്പോൾ അറിയാം കഴുകിയിട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കാണും കാണും. അതെ, ഇതിപ്പോ എന്നും തുടക്കാതെ നിങ്ങൾക്കാണ് ഓരോരുത്തരുടെ ബാത്റൂം ഓരോരുത്തർക്കാണ്. അല്ല റാഷിയ, ഇത് ഒരു ബാത്റൂമിൽ നിന്ന് നമ്മൾ മറ്റൊരു ബാത്റൂമിൽ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബാത്റൂമിന്റെ അവിടെ എത്തുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതാക്കാന്ന്, പക്ഷെ ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് എത്തുമ്പോൾ പിന്നെ അടുത്തതാക്കാന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പറഞ്ഞു എന്ത് നോർമലായിട്ടുള്ള നമുക്ക് ഈ ഡിസൈൻസ് വേണം. നമുക്ക് ഇങ്ങനെ ഒരു അല്ല അങ്ങനല്ല അങ്ങനല്ല ഒറ്റ ഇതിലാണെങ്കിലും ഇങ്ങനത്തെ ഇങ്ങനെ ഇതുള്ളതാകുമ്പോൾ അറിയാം കഴുകിയിട്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കാണും കാണും. അതെ, ഇതിപ്പോ എന്നും തുടക്കാതെ നിങ്ങൾക്കാണ് ഓരോരുത്തരുടെ ബാത്റൂം ഓരോരുത്തർക്കാണ്. ഇതെങ്ങനെയാണെന്നറിയോ, ഇത് ഒരു സിംഗിൾ കളർ ടോൺ ആണ് വരിക, ഒരു മോണോട്ടോണിക് ഡിസൈൻസ് എന്ന് പറയും. അതായത് ലൈറ്റ് അതിന്റെ ബേസും ഫ്ലോറും കാര്യങ്ങളൊക്കെ ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെയിം കളറിന് ഹൈലൈറ്റ് ആണ്. സാധാരണ നമ്മൾ കോൺട്രാസ്റ്റിൽ കൊടുക്കുന്നത് ലൈറ്റിന് ഒരു ഡാർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് അങ്ങനെ ഗ്രീന് കോട്ടാഗിരി കൊടുക്കും, അല്ലെങ്കിൽ ആഷ് കളറിന് ഗ്രേ കൊടുക്കും, അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ കളർ ടോൺ ആണ്. ഇതിന് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡെക്കർ കാണുന്നില്ലേ, ഇത് മാത്രമേ ഇതിന്റെ ഹൈലൈറ്റ് വരുള്ളൂ. ചെയ്ത് കഴിയുമ്പോൾ ഒരു ഒറ്റ കളറിൽ തന്നെ കംപ്ലീറ്റ്. ഇതിന്റെ ഭംഗി എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ വരുമ്പോഴാണ് വരിക. നല്ല ഭംഗിയായിരിക്കും. സീലിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. അതിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ പോലെ ഷവർ ക്ലോസറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം റേഞ്ചിലേക്ക് മാറില്ലേ. പറ്റിയതാണ് ആ പിങ്ക് ബാത്റൂം. എന്താ ഞാൻ പറഞ്ഞത് നോക്ക് നോക്ക് നോക്ക്, പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ പെൺകുട്ടികളും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ അമ്മ? ആ നോക്ക്, അതാ കണ്ട അതന്നെ റാശി അല്ലേ? റാശിയ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? റാശി ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതായത് എല്ലാ പെൺകുട്ടികളും പിങ്ക് കളർ എല്ലാ പെൺകുട്ടികളും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നല്ലേ? അതല്ല ഇതേപോലെ ബാത്റൂം ഉണ്ടാക്കണല്ല അതെ ഓള് ചേർത്ത് ഇവിടുന്ന് എടുത്തോണ്ടായിട്ട് അവിടെ വെക്കാന്നാ. അതെ, ഇതിങ്ങനെ കൊണ്ടുപോവല്ലേ ചെയ്യാ. ഇത് നല്ല രസമല്ലേ? പെൺകുട്ടികൾക്ക് പറ്റിയത് നോക്ക്. ആൾക്കാർ വരെ എല്ലാരും പറഞ്ഞു അതാണിത്. എന്താ അല്ലേ? എന്നാ മോളിലേക്ക് പോവാ അടുത്ത നോക്കാം. കുട്ടികൾക്ക് പറ്റിയ സാധനം എനിക്ക് കാണിച്ചത്. അല്ലമ്മ എന്നാ ഫുഡ് കഴിച്ചാലോ? നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. അതാ നല്ലത്. കുഴപ്പമില്ല. തീർച്ചയായിട്ടും എല്ലാം നമുക്ക് എവിടെ സെറ്റ് ആണ് അറേഞ്ച് ചെയ്ത്. ഫുഡ് കഴിക്കല്ലേ? ഇതാ നല്ല ചോറ്, എന്റെ ഫേവറേറ്റ് സാധനമാണ്. നല്ല ചോറും കറിയും അല്ലേ അമ്മ? ചോറും കൊഞ്ചും. അല്ലാ, ചെമ്മീന്റെ വലുപ്പം കണ്ടില്ലേ? കൊഞ്ച്, ചോറും കൊഞ്ചും. മറിയന്റെ അവിടേക്ക് കൊഞ്ചാനെന്നാ പറയാ. കൊഞ്ചാന് പപ്പടും. അടുത്തതായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാല് വലിയ ടൈലുകൾ അടുത്തേക്കാ. ഇത് ഇത് 6x4 6x4 സൈസ് 1200 1800. നമ്മൾ നോക്കി വെച്ച എങ്ങനത്താണ്? നമ്മൾ നോക്കിയുള്ളത് 4x2 ആണ്. 1200 600 എന്ന് പറഞ്ഞ സൈസാണ്. ഇത് 1200 1200, അത് 6 അടി 4 അടി ആണല്ലേ? ഇത് 6 അടി, നമ്മളത് 4 അടി. നമ്മൾ 4 അടിന്റെ ആണ് കേട്ടോ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഇതുകൂടി നോക്കാൻ വന്നതാ. വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന് നോക്കുന്നത്. ഇതല്ലേ നമ്മളിപ്പോ സെലക്ട് ചെയ്ത് വെച്ച ഇതിന്റെ ഒരു പാറ്റേൺ, ഇതിന്റെ ചെറിയ സൈസാണ് നമ്മൾ നോക്കി വെച്ചത്. ഇതിന്റെ വേറെ ചെറിയ സൈസ് പാറ്റേൺ. എന്നാലും പാറ്റേൺ ഇത് വ്യത്യാസമുണ്ട് അല്ലേ അതിനെക്കാട്ടും? ഇത് കുറച്ച് റെഡിഷ് കളർ കുറച്ചും കൂടെ കൂടുതലുണ്ട്. ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇതിൽ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതില് ഏകദേശം നമ്മുടെ അടുത്തൊരു 400-500 ഡിസൈൻസ് 6x4 മാത്രമേ ആക്ച്വലി ഉണ്ട്. 400-500 ഡിസൈൻ ഉണ്ട്. 6x4 മാത്രമേ. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഫ്രണ്ട് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഇതിന്റെ ബാക്കിൽ ജസ്റ്റ് നോക്കിയാൽ നിങ്ങളെന്താ കേറി കടന്നു വരി. നമ്മള് നോക്കി വെച്ച ടൈപ്പ് കേട്ടാ. ഇതില് പക്ഷെ ഒരു ചോപ്പ് കൂടുതൽ ഉണ്ടെന്നുള്ളൂ. കട്ട് ചെയ്യേണ്ടി വരും, പല ഭാഗത്തും കട്ട് ചെയ്യേണ്ടി വരും. ഫുൾ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മളതൊരു ഇങ്ങനെ കയറി കുറച്ച് ഭാഗം, പിന്നെ ഹാളിന്റെ ഒരു സെന്റർ ഭാഗം, പിന്നെ അവിടുന്ന് കോണിയുണ്ട്, പിന്നെ അതിന്റെ ഒരു ഇങ്ങനത്തെ ഭാഗം എന്നൊക്കെ അല്ലേ. ഇതൊക്കെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. കളേഴ്സ് ആണെങ്കിലും ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റാൻഡം ഫിനിഷ് എന്ന് പറഞ്ഞില്ലേ, 2 പീസ് ഇട്ട് ഡിസൈൻ കട്ടായി പോകുന്ന സംഭവം. ഇതൊക്കെ എന്താണ് എൻഡ്ലെസ് ഡിസൈൻ ആണ്. അതായത് ഈ ലൈൻസ് കണ്ടില്ലേ, ജോയിന്റ് ആവും. എല്ലാ പീസും എല്ലാ സൈഡും ജോയിന്റ് ആവും.
കംപ്ലീറ്റ് ജോയിന്റോ. ഇപ്പൊ ഈ പീസ് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ഇതിന്റെ എല്ലാ ലൈൻസും മറ്റൊന്നിലേക്ക് വന്ന് കണക്റ്റഡ് ആണ്. ഇത് ഇതിന്ന് കണക്ട് ആവുന്നുണ്ട്, ഇതിന്ന് കണക്ട് ആണ്. നമ്മളെടുത്തത് കണക്ട് ആവാത്ത ടൈപ്പ് എടുത്തുള്ളത്. ഇതൊക്കെ അങ്ങനെ വരുന്ന, ഇതൊക്കെ വിരിച്ച കറക്റ്റ് ഇറ്റാലിയൻ മാർബിൾ വിരിച്ച സെയിം ഫിനിഷിങ്ങിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈൻസ് ആണ് ഇതെല്ലാം വരുന്നത്. ഇതിനകത്ത് ഇതിന്റെ ബാക്കിലേക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. കറക്റ്റ് മാർബിൾ ഫിനിഷിംഗ് തന്നെ കിട്ടും. ഇതൊക്കെ മാറ്റ് ഫിനിഷിൽ വരുന്ന, മാറ്റ് ഫിനിഷ്. ചിലർ മാറ്റ് ഫിനിഷ് ആയിരിക്കും ഫ്ലോർ ചെയ്യുന്നത്. മാറ്റ് ഫിനിഷ് ആയിട്ട് ഒരുപാട് സെലക്ഷൻസ് മാറ്റ് ഫിനിഷിൽ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും വിരിച്ചു കഴിഞ്ഞാല് മാറ്റില്. അതെ, ഞാൻ കൊട്ടാരം എടുക്കുന്നത് അല്ലേ, ചെറിയൊരു കൊട്ടാരം. വൈറ്റില് മാറ്റ് ഫിനിഷ് ആണ്. ഇതൊക്കെ സ്റ്റെയിൻ ഫ്രീ സാധനമാണ് കേട്ടോ. മാറ്റ് ആണെങ്കിലും സ്റ്റെയിൻ ഫ്രീ ആണ്, റെസിസ്റ്റന്റ് ആണ്. ഭയങ്കര സ്മൂത്ത് സർഫേസ്, ഭയങ്കര സ്മൂത്ത് സർഫേസ് ആണ്. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതെ, മാറ്റ് ആണെങ്കിൽ പോലും ഭയങ്കര സ്മൂത്ത് ആണ് അതിന്റെ സർഫേസ്. അതെ 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 അതെ. ഇതൊക്കെ അതിന്റെ വെറൈറ്റീസ് ആണ്. ഇത് ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഡിസൈൻ അല്ലേ. ഇതൊരു വുഡൻ ടെക്സ്ചർ വരുന്നുണ്ട്. ഒരു ആന്റിക് ടൈപ്പ് വുഡൊക്കെ ചെയ്യുന്ന സെലക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ടൈപ്പിലൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ മതി. നമ്മുടെ ഇതിന്റെ വീടിന്റെ ഹാളിന്റെ സെന്ററിൽ ഈ സാധനം ഇടാം. അതെ, നോക്ക് ചവിട്ടി മര്യാദക്ക്. ഇതിനെന്താ പറയുക? ഇത് ബുക്ക് മാച്ച് ഡിസൈൻ എന്ന് പറയും. അത് ബുക്ക് മാച്ച് 4 പീസ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഡയമണ്ട് ഡിസൈൻ വരും. ഇപ്പൊ ഏറ്റവും കൂടുതൽ പിന്നെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇതൊക്കെ. ടോസിലാന്ന് പറഞ്ഞ മോഡലാണ്. ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു 4 പീസ് ഇട്ട് കഴിഞ്ഞാൽ ഡിസൈൻ ആയിട്ട് കിട്ടുന്ന ഒരു ടൈപ്പ്. ഇത് അപ്പുറത്തും ഉണ്ടല്ലേ? അവിടെ ഉണ്ട്. നല്ല ഏരിയ ഉള്ളവർക്കാണ് ഇത് കുറച്ചും പറ്റും. നമുക്ക് അത്ര ഓവർ ഏരിയ ഇല്ല. നമ്മള് ഹാള് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇട്ടുതരാം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹാളിലേക്ക് നമ്മള് ഇത്രയും വലിയ സംഭവങ്ങൾ 2-3 ഒന്നും ഇടാനൊന്നും ഗ്യാപ്പില്ല. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഫൈനലൈസ് ചെയ്തായിട്ട് നമുക്ക് തോന്നുന്നത് ഈ സൈസ് വേണ്ട, മറ്റേ സൈസ് മതി. ആ സൈസ് മതി. അതിന്റെ കോട്ടിംഗ് ഒക്കെ തരാണെങ്കിൽ അല്ല, പക്ഷെ പുറത്തേക്ക് ക്ലാഡിങ്ങിനുള്ള സാധനം നോക്കാം. നമുക്ക് പുറത്തൊരു സംഭവം ഉണ്ട്. ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഇത് നമുക്ക് പുറത്തെ ഭാഗമുണ്ട്. പുറത്തൊരു ഗ്ലാസിന്റെ ഇപ്പുറത്തെ ഭാഗത്തല്ലേ റഷ്യ, ആ ഭാഗത്ത് നമുക്ക് നേരെ മുകളിൽ വരെ ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനത്തെ ഇഷ്ടിക ഇങ്ങനത്തെ വൈബ് ഒരു സാധനം കൊടുത്താണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പുതിയ വീട്ടിലെ കിച്ചണിലല്ലേ സൈബ പോലെ. കിച്ചണിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഞാനും സൈബൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് ഞങ്ങളെ ഏരിയ അല്ല, ഇത് ഇമ്മന്റെ ഏരിയ. അതാണ്. അതന്നെ. ഇപ്പൊ എനിക്ക് സമാധാനായി, സന്തോഷായി. പക്ഷെ കുക്കിംഗ് ചാനലൊക്കെ തുടങ്ങാം. അത് നമുക്ക് നമ്മളെ വീട്ടിൽ തുടങ്ങി. ഇത് മുസ്തഫയ്ക്കും കൂടി സമ്മതിക്കണം കേട്ടോ. ഇറങ്ങി നമ്മള് സിൽവാനിലാട്ടുള്ളത്. വരി നമ്മളിവിടെ മൊത്തത്തില് ഒരു ബോളിലുള്ളതിനെക്കാട്ടി കുറച്ചുകൂടി വേറെ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. സിംഗിൾ കളർ ടോൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ. ഇമ്മത് കണ്ടപ്പോ തന്നെ ചാടി വീട്. ഇത് ഒറ്റ കളറാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാനാണ് ഇത് ആദ്യം പറഞ്ഞത് സാധനം. ഇത് കണ്ടില്ലേ? ഇത് അതേപോലെ തന്നെ ഈ ബാത്റൂമിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞ. കൊള്ളാം. ഡ്രസ്സിംഗ് റൂമിലല്ലേ? നിങ്ങൾ പറഞ്ഞ ഞാന് സിങ്കിനായിട്ട് തെറ്റിയിരിക്കണം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ആക്കിയാലോ. ഇങ്ങനെ ഒരു സംഭവം ആക്കിയാൽ മതിയല്ലേ. പക്ഷെ ആരവിടെ പോയി ഇരിക്കുക? പക്ഷെ ഇത് കൊണ്ടുപോയി വെക്കാം നമുക്ക് ഡ്രസ്സിംഗ് റൂമില്. അത് ടൈലല്ലേ? ഞാൻ വിചാരിച്ച മറ്റേ ഇതല്ല, അത് മൊത്തം ടൈലാ അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ഇഞ്ഞു ടൈൽ എന്നാ ടൈല് ടോയ്ലറ്റ്. ഓക്കെ. ഇത് നോക്കിമ്മ കൊള്ളാട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്, ഒരു വീടിന്റെ ഇത് നോക്കാൻ വരുന്നവര് ശരിക്കും രാവിലെ വന്നിട്ട് രാത്രി വരെ കാണാൻ മാത്രമേ ഏത് ബാത്റൂമാ സെലക്ട് ചെയ്യേണ്ടത് കൺഫ്യൂഷനാണ്. മോളിൽ ഇപ്പൊ എല്ലാം ഫിക്സ് ചെയ്ത് താഴെ വന്നാ അഭിപ്രായം മാറിപ്പോവും. അത് കഴിഞ്ഞ് വീണ്ടും താഴത്തേക്ക് പോയാൽ വീണ്ടും മാറും. ഇതാണ് അവസ്ഥ. അത് കണ്ടില്ലേ? നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. എല്ലാ സെലക്ഷനും ഓരോരോ ബ്രാൻഡിന്റെ ഇവിടെ ഉണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈലിന്റെയും ബാത്റൂമിന്റെയും ഒക്കെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആണ് സിൽവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? തീർച്ചയായിട്ടും എല്ലാ സെലക്ഷനും എല്ലാ ബ്രാൻഡും ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. മൊത്തം സെറ്റ് ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് വാങ്ങി പോവാ. ഓരോ സെറ്റ് പറഞ്ഞിട്ട്. സാധാരണ നമ്മള് വിചാരിക്കാറ് സാധാരണ നമ്മള് പോയിട്ട് ടൈല് നോക്കുന്ന പോരുന്ന്. ഇതല്ല. ഇമ്മ പറഞ്ഞത് നമ്മള് 12 മണിക്ക് ഇങ്ങോട്ട് വരുന്നേ.
ഈ 12 മണിക്ക് ഇമ്മ എന്താ പറയാ പറഞ്ഞേ ആ പോയിട്ട് ചോറുണ്ടാക്കാലോ വേഗം പോയിട്ട് പോകുന്നു നോക്കുന്നു പോക്ക് കിടക്കൂല. അതെ 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 അപ്പൊ മനസ്സിലായാ. അതേപോലെ തന്നെ ഇതാ ടോയ്ലറ്റ് നമ്മളെ ക്ലോസറ്റിന്റെ ഏരിയാസ് ആണ്. എയറിൽ നിൽക്കണ മുതൽ താഴ്ത്ത് വെക്കണത് വരെ ഉണ്ട്, മൊത്തം ഉണ്ട് അല്ലേ. പിന്നെ നമ്മളിപ്പോ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇവിടെ നമ്മളെ ഫേവറേറ്റ് സംഭവമായിട്ടുള്ള ബാത്തബ് ഒക്കെ ഉണ്ട് കേട്ടോ. ജക്കൂസിയാണ് ഇത്, ബാത്തബ് അല്ലേ. ടൈല് കാര്യങ്ങൾ അല്ലെങ്കിൽ ബാത്റൂം ഫിറ്റിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുമ്പോ തന്നെ മനസ്സിൽ വരുന്ന ഒരാളാണ് നമ്മളെ മുസ്തഫക്ക, സിൽവാൻ മുസ്തഫക്ക. അപ്പൊ മുസ്തഫക്ക് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മൂപ്പര് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വന്നതിന് കുറച്ച് കഴിഞ്ഞിട്ടാ വന്നത്. നിങ്ങൾ വന്നതിന് ഞാൻ അറിഞ്ഞതിന്റെ ശേഷമാണ് വന്നത്. എന്തായാലും നിങ്ങൾ റോഷൻ വ്ളോഗൊക്കെ വരികയാണെങ്കിൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഷി തന്നെ വിളിച്ചിരുന്നു, ആഷിനായിട്ട് പരിചയമുണ്ട്, നിങ്ങളായിട്ട് വ്യക്തമായിട്ട് വന്നില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നതാണ്. നിങ്ങൾ പറയാലോ ഇന്നലെ ഞാൻ ദുബായ് വന്നിട്ടുള്ളൂ, കാണണമെന്ന് ആഗ്രഹിച്ചു വന്നതാണ്. ഞാൻ വെറുതെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല, കാണാൻ വേണ്ടി വന്നതാണ്. കണ്ടാ അങ്ങനെ ദുബായിൽ നിന്ന് ഓടി വന്നതാണ്. അതൊക്കെ നമുക്ക് വലിയൊരു പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ചെലവാണ് തന്നെ, വെറുതെ അല്ല, വെറുതെ അല്ല. അപ്പൊ പിന്നെ കാര്യമായിട്ട് തന്നെ ചെലവാണ്. അതിന് ഓൾറെഡി ചെലവാണ്. അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കണം, ആ പരിപാടികളൊക്കെ നടത്തണം, ഒക്കെ ചെലവനല്ലേ. മറ്റേ സംഭവം അതല്ല. നമ്മള് അപ്പൊ നിങ്ങൾ സിൽവാന്റെ അവിടെ തുടങ്ങിയത്, ദുബായിൽ തുടങ്ങിയ എന്താണ് സംഭവം? ഇതേപോലത്തെ ഷോറൂം തന്നെയാണോ? അതെ, നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് ദുബായിലുള്ളത്. NRI പീപ്പിളാണ്. നമ്മുടെ നാട്ടിൽ അധികം ആളുകളും ഗൾഫിലാണ്. അവർ വീടിന്റെ ഫ്ലോർ പണിക്ക് വേണ്ടി 10 ദിവസത്തിനൊക്കെ വന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ വൈഫ് അയച്ചു കൊടുക്കുന്ന ഫോട്ടോ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഇന്നിപ്പോൾ ദുബായിൽ സിൽവാന്റെ 21ാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏത് പ്രവാസികൾക്കും ദുബായിലെ ഷോറൂമിൽ പോയിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലെ റേറ്റിൽ നാട്ടിൽ ഡെലിവറി. അതായത് ഓർക്ക് വെറുതെ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഓരോ ജോലിയും കളഞ്ഞ് പ്രശ്നമില്ലായി ഒന്ന് ബുദ്ധിമുട്ടി ഇവിടെ വരണം വേണ്ട, ഒന്നും ചെയ്യണ്ട. സെയിം സാധനം അവിടെ അവൈലബിൾ ആണ്. അത് അവിടെ നിന്ന് സെലക്ട് ചെയ്താൽ നാട്ടിൽ കിട്ടുന്ന റേറ്റിൽ ഓരോ വീട്ടിൽ ഡെലിവറി ചെയ്യും. അത് കേരളത്തിൽ 14 ജില്ലയിലും മാത്രമല്ല. അത് വിരിച്ചതിന്റെ VR സ്റ്റുഡിയോ ഉണ്ട് അവിടെ. അത് വിരിച്ചതിന്റെ വ്യൂ അവിടെ ഇരുന്നിട്ട് തന്നെ വീട് ഹൗസ് വാമിങ് ചെയ്യുന്ന മുന്നേ വീട്ടിലത്തെ പ്രവാസികൾക്ക് കാണാൻ പറ്റും എന്റെ വീട് വിരിച്ചാൽ എന്തായിരിക്കും എന്നുള്ളത്. അത് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജിയാണ് സിൽവാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളാണ് ശരിക്കും VR സാധനം കൊണ്ടുവന്നത്. VR നമ്മുടെ നാട്ടിൽ എല്ലായിടത്തുണ്ട്, പക്ഷെ VR കൺവേർട്ട് ചെയ്തിട്ടുള്ള നമ്മളാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അല്ല, അത് ഏറ്റവും നല്ലൊരു സംഭവം. കാരണം എന്താ അറിയോ, എനിക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നം, നമ്മളിപ്പോ ഷോപ്പിലൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കും. അതെ, ഡ്രസ്സ് എടുത്ത് വന്ന് വീട്ടിലിട്ട് നോക്കി കഴിഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യും, അല്ലാ വേണ്ടി മറ്റേത് എടുത്താൽ മതി എന്നുള്ള വൈബ് വരും. ശരി. സോ കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ ലൈറ്റിങ്ങിൽ വെച്ച് നോക്കുമ്പോ പല സ്ഥലത്തും ലൈറ്റിങ്, ഇപ്പൊ ഈ ലൈറ്റിൽ കാണുമ്പോൾ നമുക്ക് എക്സാക്ട് ചിലപ്പോ എന്ത് ചെയ്യും, കളർ കിട്ടില്ല. അതായത് വീട്ടിൽ നമ്മൾ ഇതേ ലൈറ്റ് ആവില്ല വെക്കുന്നുണ്ടാവാ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് VR വെച്ച് നോക്കിയാൽ എക്സാക്ട് സാധനം കിട്ടും. അത് അവന്റെ വീട്ടിലെ പ്ലാൻ കൊടുത്താൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ VR എല്ലായിടത്തും അവന്റെ വീട്ടിലെ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ അത് 3D ആക്കിയിട്ട് അതിൽ ടൈല് വിരിച്ചിന്റെ ഇന്റീരിയർ വ്യൂ വരെ അവിടുന്ന് കാണാൻ പറ്റും. ഇങ്ങോട്ട് നാട്ടിൽ കയറേണ്ട ആവശ്യമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇന്ത്യയിൽ ഫസ്റ്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, മുസ്തഫക്കനെ നമ്മളെ വീട്ടിൽ ആദ്യം കാണുന്ന ആള് നമ്മളെ ഉമ്മയാണ് കേട്ടോ. അതായത് ഈ വീഡിയോന്റെ ഫോളോവർ ആണ്. ഉമ്മ പറയലുണ്ട്, ഉമ്മ നമ്മൾ അന്ന് വയനാട്ടിൽ നിന്നൊക്കെ വരുമ്പോ ഇവിടെ പണി നടക്കുന്ന ടൈമിൽ ഇപ്പൊ പറയും ഇവിടുന്നാണ് നമ്മൾ ഇത് എടുക്കേണ്ടതെന്നുള്ള ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കയറിയപ്പോ നമുക്ക് മനസ്സിലായി ഉമ്മ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വന്ന എന്ത് വിചാരിച്ചിട്ടാന്ന് അറിയാം. നേരെ പോകുന്നു, ടൈല് നോക്കുന്നു, പണ്ടത്തെ പരിപാടി, ടൈല് നോക്കുന്നു, സെലക്ട് ചെയ്യുന്നു, പോകുന്നു. ഉച്ചക്ക് ചോറ് പോലും ഉണ്ടാക്കിയില്ല. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഹൈപ്പർ മാർക്കറ്റ് ആണ്, ടൈലുകളുടെയും കിച്ചൺ ഐറ്റംസിന്റെ ഹൈപ്പർ മാർക്കറ്റ് ആണ്. 6 ഫ്ലോറിലാണ് സത്യം. ഹൈപ്പർ മാർക്കറ്റ് അദ്ദേഹം പറഞ്ഞാൽ പോലും 6 ഫ്ലോറിലായിട്ടാണ് ഇത്ര സെലക്ഷൻ ഉള്ള ഒരു വലിയ ഷോറൂം കാലിക്കറ്റിൽ സിൽവാൻ തന്നെ ഉള്ളൂ. 6 ഫ്ലോറിലായിട്ട് എല്ലാ സെലക്ഷനും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് ജെന്യൂൻ ആയിട്ട് ഷോറൂമിനെ കുറിച്ച് എന്താണ് നിങ്ങൾ? അല്ല, ജെന്യൂൻ ആയിട്ട് സത്യം പറഞ്ഞാൽ ഇതന്നെ അവസ്ഥ. ഞങ്ങളിത് 1 മണിക്കൂർ കൊണ്ട് ഈ പരിപാടി തീർത്ത് പോകുമെന്ന് വിചാരിച്ച നമ്മള് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് എത്തുമ്പോ പ്ലാന് മാറി, ആ ഫ്ലോറിൽ നിന്ന് മറ്റേ ഫ്ലോറിൽ എത്തുമ്പോ വീണ്ടും പ്ലാന് മാറി. നമുക്ക് എന്താണോ വേണ്ടത്, ഒരാളെ ഒരു ആഗ്രഹം വെച്ച് വരികയാണെങ്കിൽ സാധനം ഇവിടെ ഉണ്ട്. മനസ്സിലുണ്ടോ സിൽവാനുണ്ട് എന്നാണ് നമ്മളെ ക്യാപ്ഷൻ തന്നെ. മനസ്സിലുണ്ടോ സിൽവാനുണ്ട്. നമുക്കൊരു മൈൻഡിൽ നമ്മളൊരു കാൽക്കുലേഷൻ ഉണ്ട്. നമുക്ക് നമ്മളെ റൂം ഇങ്ങനെ വേണം എന്നുള്ളത്. ചില സ്ഥലത്ത് പോയാൽ നമുക്ക് ആ ഡിസൈൻ കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് കൊണ്ട് റെഡി ആവില്ല. പല കോസ്റ്റിലും പല ഡിസൈനും പല ബ്രാൻഡിലും സ്ഥലത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളിൽ കണ്ടിട്ടുള്ള നിങ്ങൾ ആ ഒരു സർവീസ്, അതായത് എന്ത് പറ്റുക, ആ സർവീസും കൂടിയാണ് നമ്മളെ കൂടുതൽ അധികം ആളുകളും റെഫർ ചെയ്യല് സർവീസ്. നിങ്ങൾ ഒരു ലൈവ് ഇട്ടപ്പോ ഒന്ന് പറയല്ലേ, സിൽവാനിൽ അധികം ആളുകളും റെഫർ ചെയ്യല് ഒന്ന് സർവീസ് തന്നെയാണ്. കേരളത്തിൽ 14 ജില്ലയിൽ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമർ ലൈവിൽ നിലയ്ക്കുന്ന സിൽവാൻ ഉള്ളൂ. കേരളത്തിൽ 14 ജില്ലയിലും എല്ലാവർക്കും എല്ലായിടത്തും കസ്റ്റമർ ഉണ്ട്, കണ്ടിന്യൂ ആണ്. വല്ലപ്പോഴും ഒരു തിരുവനന്തപുരത്ത് ഒരാൾ വരികയോ വല്ലപ്പോഴും കാസർഗോഡ് ഒരാൾ വരികയോ അല്ല, ഡെയിലി അല്ലെങ്കിൽ വീക്കിലി 2 ആളെങ്കിലും വരും.
അതാണ് നമ്മുടെ ഏറ്റവും അല്ല ഇവന് ആക്ച്വലി വേറെ എൻക്വയറി ചെയ്തപ്പോ ഇവര് ടൈലിനെ പറ്റി ഇവിടുന്ന് പറഞ്ഞമായിരൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ലേ ഏത് വെള്ളം കുടിക്കുന്ന സംഭവവും മറ്റൊന്നും അത് ചിലര് പറയാതെ ആയിരിക്കും ചിലപ്പോ ഇതാക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സംഭവം തന്നെ നമ്മൾ ഇതായത് ഇവര് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്തായാലും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിൽ റാശി പറഞ്ഞ പോലെ തന്നെ നോക്കുമ്പോൾ ഡിസൈൻ ഓക്കെ. സിൽവാൻ 21 ഷോറൂം ഉള്ള അതിൽ നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് ബൈപ്പാസിലുള്ള സിൽവാന്റെ ഷോ, തൊണ്ടയാട് ബൈപ്പാസിലുള്ള നമ്മുടെ ഹൈലൈറ്റ് മാളൊക്കെ കഴിഞ്ഞ പാടുള്ള സിൽവാന്റെ ഷോറൂമിലാണ് നമ്മൾ ഉള്ളത് നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ടൈൽ എടുക്കുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്ക്, നമ്മുടെ സ്വപ്ന ഭവനത്തിലേക്ക്. നിങ്ങളെ വേറെ കൂടി എന്തായാലും ഒരു ഹോം ടൂർ ഞാൻ ചെയ്തിൽ വെച്ച ഏറ്റവും ടോപ്പ് ഹോം ടൂർ ആയിരിക്കും നിങ്ങളെ വീടാവുക. നിങ്ങളെ ഹൈലൈറ്റ് ആക്കിയിട്ടുള്ള നമ്മളെ മോള് എനിക്ക് ഇഷ്ടപ്പെട്ടോ സിൽവാന്? ഇഷ്ടപ്പെട്ടോ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാ? ഇവളാണ് നമ്മളെ ഹൈലൈറ്റ് ഇട്ടാ. അല്ല ഇവള് വേറൊരു കാര്യമുണ്ട്, ഇവൾക്ക് ഇതേമാതിരി തന്നെ നമ്മൾ ആലോചിക്കണ ഇത്ര വയസ്സിൽ ഞമ്മക്കൊന്നും ഇല്ലേന്ന് ചോയ്സ്. ഇവള് ഭയങ്കരമായിട്ട് പറയാ ഇതേമാതിരി വേണം എനിക്ക്, ഇന്റെ റൂം ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് ഇവിടെ കണ്ടിട്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ഡിസൈൻ ഒക്കെ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങള് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്താ സിൽവാൻ ചാനലിലൂടെ നിങ്ങൾ എന്തായാലും കാണുന്നതായിരിക്കും നമ്മുടെ വീടും കൂടെ. ഇവരെ ആ ഒരു ടൈല് വെച്ചിട്ട് നമുക്ക് നോക്കണല്ലോ. ആ ഹോം ടൂറും കൂടെ ഞാൻ ചെയ്തിയിൽ വെച്ച ഏറ്റവും നല്ലൊരു ഹോം ടൂർ ആയിരിക്കും. കാരണം റോഷന്റെ വീടും കൂടെ ആണല്ലോ, റോഷനുള്ള വീടാണ്. അപ്പൊ സിൽവാന്റെ ഹോം ടൂറിൽ എന്തായാലും വരും. പെട്ടെന്ന് കയ്യട്ടെ നിങ്ങളെ വർക്കൊക്കെ കയറി ഇരിക്കാൻ പറ്റട്ടെ. ഞാൻ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്നുള്ള ചാനലാണ്. റോഷൻ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും എന്നെ ഒന്ന് കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാല് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റിയിലും അതിനനുസരിച്ചുള്ള എന്താ പറയുക പ്രൈസിങ്ങിലും ഒക്കെ സാധനം കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും മസ്റ്റായിട്ടും കോഴിക്കോട് ഇവർക്ക് 21 ഷോറൂം ഉണ്ട്. എവിടെയാണെന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഇതുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വരെ കാണാം. പ്രൊഡക്റ്റിന് മൂപ്പരെന്നെ മുതലാളി മൂപ്പരെന്നെ അതിൽ നോക്കിയാൽ മതി നിങ്ങള്. അതായത് ചാനലിൽ ഉണ്ടാവും എല്ലാ ക്വാളിറ്റിയും എല്ലാ സംഭവങ്ങളൊക്കെ. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ വരെ ഡീറ്റെയിൽസും കൊടുക്കുക, കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. വെറും 1 മണിക്കൂർ എന്ന് വിചാരിച്ചു വന്ന നമ്മള് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ചോറ് വിടുന്ന തിന്നത് വൈകുന്നേരമായി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ കയറ്റി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതെ സിൽവാൻ മുസ്തഫ. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാതായിരിക്കും. ബൈ ബൈ.